കഴിഞ്ഞ് പിന്നെ കൊച്ചിൻ സർക്കിളായി കുറച്ച് ഫ്രണ്ട്സ് ഒക്കെ ആയി കഴിഞ്ഞ് എങ്ങനെയൊക്കെയോ തട്ടിത്തടവി ഒരു ദിവസം ചിയാങ്ങിലെത്തി. ആദ്യമായിട്ട് ഞാൻ ചിയാങ്ങി പോകണം. അവിടുന്ന് ഞാൻ ഈ ചില്ലിനെ കഴിക്കുമ്പോൾ ഒരു നൊസ്റ്റാൾജി. അതെ, ആസിഫ് അലി ഫേമസ് ആക്കിയിട്ടുള്ള ചിയാങ്ങിലെ ചില്ലി ചിക്കൻ കഴിക്കാൻ വേണ്ടിയിട്ടാണ് ഇന്ന് നമ്മൾ പോകുന്നത്. മേളത്തെ ഫ്ലോറിൽ നല്ല കിടിലൻ ആംബിയൻസ് ആണ് കേട്ടോ. നല്ലൊരു ചൈനീസ് റെസ്റ്റോറൻറ്റിൻ്റെ ആംബിയൻസ് നമുക്ക് കിട്ടും അവിടെ നിന്ന്. ആദ്യമായി ട്രൈ ചെയ്തത് സൂപ്പാണ്. പ്രോൺസ് എഗ് സൂപ്പാണിത്. ഇതിൽ ഫസ്റ്റ് ഒരു റോ എഗ് ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഞാനപ്പോൾ അതിൽ കുറേ പെപ്പർ ഇട്ടപ്പോഴേക്കും അത് മാറി. അപ്പം നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കഴിക്കാൻ വേണ്ടിയിട്ട്. പിന്നെ സോയ് സോസ് ഒക്കെ അവർ ടേബിളിൽ തന്നെ വെച്ചിട്ടുണ്ട്. അവിടെ നമുക്ക് കുറച്ച് പുളിയൊക്കെ ആവശ്യമുണ്ടെങ്കിൽ അതും കൂടി ഇതിലേക്ക് ഇട്ടിട്ട് നമുക്ക് കഴിക്കാം. നല്ല ടേസ്റ്റ് ഉണ്ടാവും. അങ്ങനെ അത് ഫുള്ള് കഴിച്ച് തീർത്തിട്ട് നമ്മുടെ മെയിൻ സാധനത്തിന് വേണ്ടിയിട്ടുള്ള വെയിറ്റിംഗ് ആയിരുന്നു. അങ്ങനെ അത് വന്നു. ചിക്കൻ ഫ്രൈഡ് റൈസും ചില്ലി ചിക്കനും ഇത് അവർ തന്നെ സെർവ് ചെയ്ത് തരും. ഹാഫ് പോർഷനാണ് ഞാൻ വാങ്ങിച്ചത്. പക്ഷെ അത് ഞങ്ങൾക്ക് 2 പേർക്കും കൂടുതലായിരുന്നു. നല്ല ക്വാണ്ടിറ്റി ഉണ്ടായിരുന്നു ഹാഫ് പോർഷനിൽ തന്നെ. നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാം നല്ല ഡീസൻറ്റ് ചില്ലി ചിക്കനാണ്. നമ്മുടെ ഇവിടെയൊക്കെ കിട്ടുന്ന പോലെ ഒരുപാട് സോസൊക്കെ ഒഴിച്ചിട്ട് റെഡ് കളറിലല്ല ഇരിക്കുന്നത്. ആവശ്യത്തിന് സോസേ ഉള്ളൂ. നമുക്കങ്ങനെ പുളി കൂടിയിട്ട് തിന്നാൻ പറ്റാത്ത അവസ്ഥയൊന്നുമില്ല. ഫ്രൈഡ് റൈസ് ആണെങ്കിൽ എനിക്ക് കുറച്ച് ഉള്ളിയുടെ ടേസ്റ്റ് കൂടുതൽ നിൽക്കുന്ന പോലെ തോന്നി. പക്ഷെ അതങ്ങനെ ഭീകര പ്രശ്നമൊന്നും ആയിരുന്നില്ല. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു രണ്ടും കൂടെ. പിന്നെ എനിക്കിഷ്ടപ്പെട്ട കോമ്പിനേഷൻ കുറച്ച് ടൊമാറ്റോ സോസും കുറച്ച് ഗ്രീൻ ചില്ലി സോസും പിന്നെ ഈ ചില്ലി ചിക്കനും ഫ്രൈഡ് റൈസും കൂടി ഒരുമിച്ച് കഴിക്കാനായിട്ടോ. അത് നല്ലൊരു കോമ്പിനേഷൻ ആയിരുന്നു. നല്ല എരിവൊക്കെ ആയിട്ട് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കഴിക്കാൻ വേണ്ടി. അപ്പോൾ ഈ ലൊക്കേഷൻ വരുന്നത് കൊച്ചിയിലാണ്. നിങ്ങളൊന്ന് ചിയാങ്ങിന് സെർച്ച് ചെയ്ത് നോക്കിയാൽ മതിട്ടോ ഗൂഗിളിൽ. അപ്പം നമുക്ക് ഇതെല്ലാം കൂടിയിട്ടായത് 550 രൂപയാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കട്ടോ. അപ്പോൾ ഓക്കെ, ബൈ.